गाड़ी नंबर 6-7-0 धान्य शून्य गाने वाले की संभावना है। प्लेटफॉर्म नंबर 4 से जाने वाले की संभावना कीजिए। ഇവക്കൊരു കോപ്പ് പറഞ്ഞു വണ്ടർല ഗീവവേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ജിമ അതിൽ കമന്റ് ഇട്ടു. അപ്പോൾ മഞ്ജിമയ്ക്കാണ് കിട്ടിയത്. മഞ്ജിമയുടെ ഫ്രണ്ടായിട്ട് ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോവാണ്, ഞങ്ങളെല്ലാവരും പോവാണ്. ബാക്കി അവിടെ എത്തിയിട്ട് കാണാൻ പറ്റും. അവർക്കും കൂടി കൊടുക്കാൻ പറ്റില്ല. മൂന്നായി ഷെയർ വീണ്ടും ഒരു നിൽക്കവേ ഒരു വരവേ ഒരു കണ്ടൻസ് ഉണ്ടാക്കിയല്ലേ ഇത് സെന്റൻസ് ഉണ്ടാക്കിയല്ലേ ഇല്ല ഇവൻ ഔട്ടല്ല. എത്ര നേരം കൊണ്ട് ഒരു പറയുന്നത് ഒരു ക്യാൻസർ ഇനി ഒരു പറഞ്ഞ നീ ഔട്ടാണ്. ഒരു അല്ല അതങ്ങോട്ട് മാറി പറയണം. ചാടി മറിഞ്ഞ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ടീമിന്റെ പേരാണ് ടീം പുതിയ മുഖം. ഇനിയും കുറെ ഉണ്ട്. ഞാൻ പറയട്ടെ. വേണ്ട നീ എന്തിനു പറഞ്ഞ അവരുടെ ടീമാണ്. രാജ മധുര രാജ സീനിയർ സിറ്റിസൺസ്. ഇവര് രണ്ടൊരു അടിയായിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോ നിർത്തി. എപ്പോഴും അടിയാണല്ലോ. എനിക്ക് പറയാനുള്ള ഒന്നും പറയില്ല. കൊച്ചിയല്ല, എറണാകുളം ടൗണിലെത്തി. 10:45 നമ്മളെത്തിയപ്പോ. ഇനി അവിടെ ചെന്നിട്ട് എപ്പോഴാണ് കേറുന്നതെന്ന് പറഞ്ഞു. ഇവക്കൊരു കോപ്പ് പറഞ്ഞൂടെ സംസാരം. എവിടെയാണ് വിട്ടു നമ്മളിപ്പോ? എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എത്തി നോക്കുന്നത്. വേണ്ടെങ്കിൽ മാറും. ഇവർക്ക് ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ ബാക്ക് ഒട്ടും ഇല്ലാത്ത പോലീസാണ് ഞങ്ങൾക്ക്. ഇത് മെട്രോ അല്ല, മാറ്. ഗ്രീഷ്മയ്ക്ക് സീരിയസ് ആയിട്ട് എന്തൊക്കെ പറയാനുണ്ട്? ഗ്രീഷ്മയ്ക്ക് ഒന്നും പറയാനില്ല. കൈമാറി നിങ്ങളുടെ രണ്ടൊരു തല ഇല്ലാതാവും. അത് എക്സ്ട്രോവേർട്ടാണ് ഗൈസ് ഗ്രൂപ്പില്. ഞാൻ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് ചോദിച്ചു. ഇൻട്രോവേർട്ട് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇവ മാത്രമേ ഉള്ളൂ ഇവിടെ. നീ ഇതാ കാണുന്ന കടയിൽ പോയി ടയർ എത്ര രൂപ ചോദിച്ചു. വിട്ടുമാറ്. എന്തിന് പോയി ടയർ ചോദിച്ചില്ല. എത്ര രൂപയെന്ന് വെച്ചില്ല ടയർ എക്സ്ട്രോവേർട്ടിന്റെ കാലം. ഇതാണ് എറണാകുളം. നമ്മൾ മറ്റു ഗെയിം കളിക്കുമ്പം ഏതുകുളം എറണാകുളം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാളാണ്. ഇവിടെ എനിക്ക് കഴിഞ്ഞ മാസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിരഞ്ജനാണ് നമ്മുടെ ഇടയിൽ എക്സ്ട്രോവേർട്ട് അല്ലേ? എന്താ പറഞ്ഞ ഏട്ടായി? കാക്കനാട് ഓരോ ബസ്സിൽ കയറാം. എത്തുന്നാള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്റെ ബസ് എത്തി. മേരി മാത ബൈ. കുർബാനയുണ്ട് പള്ളി. എല്ലാവർക്കും
ഗ്രീഷ്മയുടെ ഡിക്കി അയ്യേ ഈ ഫണ്ട് അടിച്ചിട്ടുണ്ട്. എപ്പോ ഗൈസ് ഞാൻ അജിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. വീഡിയോ എടുക്കാനാണ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അജിൽ എന്നെ പൊക്കി എടുത്തു. അതാണ് അതിന്റെ കോമഡി. ഇന്നത്തെ കോമഡി ഓഫ് ദ ഡേ. കൈ അടിക്കുന്നില്ല, ഇതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് വണ്ടർലയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യാം, നേരെ റൈഡിൽ കയറാം. രാത്രി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, സൂപ്പർ എക്സൈറ്റഡ് എന്ന്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടോ ചത്ത്. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റെഡിയായി, എല്ലാ ആൾക്കാരും ഉണ്ട്. അതെ, നമ്മളിനി ഫസ്റ്റ് റൈഡിൽ കയറാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് റൈഡ് ഏതാണ്? അജിലെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ്. ക്യാപ്റ്റനാണ് ഞങ്ങളുടെ. ഇതുവരെ ആയിരിക്കും എൻ്റെ അവസാനത്തെ വ്ളോഗ്. ഞാൻ ഇതിലാണ് കയറാൻ പോകുന്നത്. ഗൈസ് റീകോയിൽ ഗൈസ് ഫ്ലൈയിങ് അമ്മു ഗൈസ് ഫ്ലൈയിങ് അമ്മു. ഞാൻ ഇനി ജന്മത്ത് ഈ സാധനം ഞാൻ കേറില്ല, ഞാൻ ഉറപ്പിച്ച്. നമ്മളിപ്പോ കേറി, ഒന്നും കൂടി ഒരു റൗണ്ട് കൂടി കേറും. നീ എന്റെ കൂടി വീണ്ടും ലൂപ്പ് അടിക്കും. ഞങ്ങൾ ആദ്യം ഇതുപോലെ കൊണ്ടു നിർത്തി. 3 ഡെഡ്ലിയസ്റ്റ് സാധനത്തിൽ ഞാൻ കയറ്റിയിരിക്കും. ഞാൻ കേറില്ല, പോടാ ലൈസൻസ് ഒക്കെ ഉണ്ട്. എന്നാലും എനിക്ക് പേടിയാണ് എൻ്റെ കൂടെ ഇരിക്കാൻ. നമുക്ക് ഞാൻ ഡ്രിഫ്റ്റ് കൊണ്ട് ചെയ്യാം. ഇടിച്ച് തള്ളി ഇട്ടിട്ടായിരിക്കും ഇവ സോറി പറയുന്നത്. അഭ്യാസം സിറയിലല്ല ആനന്ദം നടക്ക പോരാൻ ഭൂകമ്പം കാർണിവൽ മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പും. സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള മഞ്ജു. മതിയാ, മടുത്ത വീട്ടിൽ പോവാം. ചത്ത് ഗൈസ്. ഒരെണ്ണത്തിലല്ല, 2 എണ്ണത്തില്. ഞാനും ചത്ത്. കഴുത്തുളുകിയിരിക്കുകയാണ് ഗൈസ്. എന്റെ കഴുത്തില്ല. ഇവിടെ കഴുത്തിന് എന്തോ പ്രശ്നം പറ്റി ഗൈസ്. നിരഞ്ജനേട്ടായി മസാജ് ചെയ്ത് തന്നു, അപ്പൊ ശരിയായി. മസാജിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാം നിരഞ്ജനേട്ടായി. അവൻ മരുന്ന് കിടക്കും. മസാജ് എല്ലാ ടൈപ്പ് മസാജ് ഉണ്ട് കേട്ടോ. മസാജ് ചെയ്തെടുത്തു. ഇച്ചിരി നിങ്ങളെ കേട്ടോ. ഇവിടെ കരിക്കിന്റെ ചൂടടക്കമാണ്. ലോലനെ കണ്ടപ്പോ എന്ത് തോന്നി? ലോലൻ ഫാൻ ആയിരുന്നു ഞാൻ, പക്ഷേ ലോലൻ ഇച്ചിരി ജാടയുള്ള നമ്മൾ അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. ചാടിക്കറി മിണ്ടിയപ്പോ ലോലൻ ഭയങ്കര ഇൻട്രോവേർട്ട് ഇങ്ങനെ. പക്ഷെ എന്റെ മനസ്സില് അങ്ങനെ സുഖാണോ പണ്ടത്തെ ആ ഒരു ലോലനുണ്ടല്ലോ. നമ്മൾ 500 രൂപ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയത്. 470 രൂപയ്ക്ക് കഴിക്കുന്നത് മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് കഴിക്കുന്നെല്ലാം വലിച്ച് വാരി കഴിക്കും. അല്ല, ഞങ്ങൾക്ക് മാത്രം 399. നമുക്ക് കിഡ്സാണ് ഞങ്ങൾ. അവർക്ക് മാഡന്മാർക്ക് എത്രയായി? 550 രൂപ. 550 രൂപയാണ്. നമ്മൾ 500 രൂപ മുടക്കിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. സോ ഞങ്ങള് പൊളിച്ച് തിന്നും. ചിക്കൻ ബിരിയാണി, ഇപ്പൊ ഞങ്ങളെ കണ്ട ഞങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാദിന് പിന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ടാനടിച്ച് ചത്തിരിക്കുകയാണ്. അപ്പൊ ഇനിയാണ് റിയൽ ഫണ്ണ്. ഇനി ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇനി ഫോൺ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങും. ടിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ടിപ്പ് അഗോര അഡ്വഞ്ചേഴ്സിന്റെ താങ്ക് യു അഗോര. അഗോര അഡ്വഞ്ചേഴ്സ് നടത്തുന്ന അജേഷ് പ്രതികുമാറായ ഉണ്ണിച്ചേട്ടന് ഞങ്ങളുടെ വക വളരെ നന്ദി. അതിലൊന്നും വയ്യ ഗൈസ്, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ്. എന്റെ ഈ കഴുത്ത് ഇനി തിരിച്ചു കിട്ടും എന്ന് എനിക്കറിയില്ല. നമ്മൾ എൻജോയ് ചെയ്തതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. അല്ലാതെ നമ്മൾ വീഡിയോസ് എടുക്കാൻ മറന്നു. സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടല്ലോ. ലോലന്
നിങ്ങൾക്ക് ലോലെന്നായിരിക്കും, ഞങ്ങൾക്ക് സെബാൻ. ഷൂട്ട് ചെയ്ത് കേട്ടോ അജിലിന്റെ സംഭവം. അവരുടെ കൂടെ എക്സ്ട്രാ ഒരാൾ, അവർ 3 പേരും ഉണ്ടായിരുന്നു. അപ്പൊ കാണാൻ ഭയങ്കര ഒരു ചെറുക്കനെ വേണമെന്ന് ഇല്ലില്ല. ഏതെങ്കിലും മൂലരായാലും കുഴപ്പമില്ല. അല്ല ഏതെങ്കിലും ആ സീറ്റ് ഫില്ലാക്കുന്ന ഒരാള് ആരും വിളിച്ചില്ല, അവരൊന്ന് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പൊത്തിക്കാവുന്ന മുഖം പെട്ടെന്ന് പൊത്തിക്കാവില്ല. പക്ഷെ സ്റ്റിൽ അവർ പറഞ്ഞു ആ ചെറുക്കം കൊള്ളാം, മുഖം പൊത്തിയാലും ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. നിരഞ്ജ് ഇൻട്രോവേർട്ട് ആയിട്ട് അജിലിനെ പറഞ്ഞു വിട്ട് ചുമ്മാ ഒന്ന് കയറിയിട്ട് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ അയാളൊന്ന് ഷെയ്ക്കനൊക്കെ തന്നു. പിന്നെ ഇവരെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാനിപ്പം തിരിച്ച് അവരുടെ കൂടെ ബാക്കി കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഞാൻ അവരുടെ കൂടെ പോവാണ്. മറൈൻ ഡ്രൈവിൽ ബാക്കി ഷൂട്ടുണ്ട്. പോട്ടെ.